ഹലോ ഗൈസ്, വീക്കെൻഡും മറ്റും വീട്ടിലിരിക്കുമ്പോൾ എങ്ങോട്ടേലും ഒരു ട്രിപ്പ് പോയാലോ ഒരു വ്ളോഗ് തുടങ്ങിയാലോ എന്നൊക്കെ തോന്നാറില്ല. അങ്ങനെ ഒരു തോന്നലിന് പുറത്ത് പ്ലാൻ ചെയ്തതാണ് ഈ ഒരു ട്രിപ്പ്, ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗും. എവിടുന്നും ഞങ്ങളും കുത്തിപ്പൊക്കി ട്രെൻഡിങ് ആയ ഒരു ട്രാവൽ റീൽസിലെ സ്പോട്ട് കൊല്ലത്തെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസാണ്. വീട്ടിൽ നിന്ന് 1 hour യാത്രയുള്ളൂ അറിഞ്ഞപ്പോൾ 2 സ്കൂട്ടിയിലായി ഞങ്ങളും പുറപ്പെട്ടു. പുല്ലൂരും തെന്മലയും കഴുതിരുട്ടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അമ്പനാട്ടിലേക്കുള്ള റോഡ് സ്റ്റാർട്ടാകും. റബ്ബർ തോട്ടവും കൊക്കോ മരങ്ങളും കാഷ്യൂ തോട്ടവും പൈനാപ്പിൾ തോട്ടവും ഒക്കെ കണ്ട് ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ള വ്യൂ ആയിരുന്നു അമ്പനാട്ടിലേക്കുള്ള വഴി. കാഴ്ചകൾ കണ്ടിരിക്കുന്നതിനിടയിലാണ് ഒറ്റയ്ക്കല്ലല്ലോ എന്നുള്ള ബോധം ഉണ്ടായത്. പുറകിൽ വരുന്നവരുണ്ടെന്ന് തിരിഞ്ഞു നോക്കി ഉറപ്പുവരുത്തി. റീൽസൊക്കെ കണ്ട് വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അമ്പനാട് കാണാൻ. കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവരും. ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റീൽസിൽ ഞാനൊരു നിറഞ്ഞൊഴുകുന്ന അരുവി കണ്ടായിരുന്നു. ആ അരുവിയുടെ സ്പോട്ടിൽ വന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഞങ്ങൾ വന്ന സമയത്തിൻ്റെ അനുഗ്രഹമായിരിക്കാമെന്ന് പറയാം. പാറയൊട്ടി ഒഴുകുന്ന നീരുറവ മാത്രമാണ് കാണാൻ പറ്റിയത്. അപ്പോഴും പ്രതീക്ഷയോടെ ഞങ്ങൾ അവിടുന്ന് നെക്സ്റ്റ് വ്യൂ തേടി ഇറങ്ങി ഗൈസ്. അങ്ങനെ അമ്പനാട്ടിലേക്കുള്ള എൻട്രൻസിൻ്റെ അടുത്തെത്തി. ഞങ്ങളെ കണ്ട് സെക്യൂരിറ്റി മാമൻ ഗേറ്റ് പൂട്ടി പോയപ്പോൾ പ്രവേശനം ഇല്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ആ മാമൻ അങ്ങ് പോയി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വിൻറ്റേജ് ബിൽഡിങ് കണ്ടു. ഫ്രണ്ടിൽ ഒരു തപാൽ പെട്ടിയൊക്കെ തൂക്കി. അത് അമ്പനാട്ടുകാരുടെ റേഷൻ കടയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് വിൻറ്റേജ് വൈബ് സ്പ്രെഡ് ചെയ്യാൻ ഞാനും നോക്കിയതാണ് നിങ്ങളീ കാണുന്നത്. സെക്യൂരിറ്റി മാമൻ വന്ന് ഞങ്ങൾക്ക് ഒരാൾക്ക് 100 രൂപ എൻട്രൻസ് ഫീസാണെന്ന് പറഞ്ഞു. അങ്ങനെ 400 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. തേയിലത്തോട്ടം. അത് കണ്ടതും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി തോട്ടത്തിൽ കയറി. തേയില തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു ഇല പിച്ചി മണപ്പിച്ച് നോക്കി. പക്ഷേ പ്രത്യേകിച്ച് മണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തേയില തന്നെയാണെന്ന് ഞാനങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു. തേയിലത്തോട്ടത്തിൽ ആനക്കൂട്ടങ്ങൾ കയറിയ പോലെയായിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ. മുന്നോട്ട് പോയപ്പോഴാണ് ഒരു പക്ക ഓഫ് റോഡ് കണ്ടത്. വെയിലത്തിറങ്ങി നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ സാഹസികമായ റോഡിലൂടെ വണ്ടി ഓട്ടിച്ച് പോകാൻ അങ്ങ് തീരുമാനിച്ചു. പുറകിൽ വീഡിയോ എടുക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 പേര് എന്നെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, എന്താ റോഡ് ഇതെന്ന് പറഞ്ഞ്. അതും കേട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് വ്യൂ പോയിന്റിൽ എത്തിയപ്പോഴേക്കും വെയിലും ചൂടും സഹിക്കാൻ പറ്റില്ലായിരുന്നു ഗൈസ്. ഈ ചൂടിൽ പാറയുടെ മുകളിൽ കയറാൻ വയ്യാത്തതുകൊണ്ട് റോഡ് എൻഡ് ആവുന്നത് വരെ വണ്ടി ഓട്ടിക്കാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. അപ്പോഴാണ് നോ എൻട്രി ബോർഡ് കണ്ടത്. പിന്നെ റിസ്ക് എടുക്കാതെ ഞങ്ങൾ തിരിച്ചിറങ്ങി. കൊടുത്ത 400 രൂപ എൻട്രി ഫീസ് ലാഭിക്കാൻ വേണ്ടി കണ്ട ഊടുവഴിയിലൂടെയൊക്കെ ഞങ്ങൾ വണ്ടി ഓട്ടിച്ചിറങ്ങി. കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. ടീ ഫാക്ടറിയുടെ അടുത്തൂടി വന്നപ്പോഴാണ് ഈ കുഞ്ഞി പശുക്കിടാവിനെ കണ്ടത്. സീരിയസ്ലി ഈ ഒരു സ്പോട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ കൊല്ലത്താണെന്നുള്ള ഫീലൊന്നും തോന്നാറില്ല. അടിപൊളിയായിരുന്നു. അവിടെ ആയിരുന്നു ടീ മാനേജറിൻ്റെ ബംഗ്ലാവൊക്കെ. പിന്നെ അതും കണ്ട് ഞങ്ങൾ താഴോട്ടിറങ്ങുന്ന വഴിയിൽ ഒരു തോട് കണ്ടു. ഈ ചൂടത്ത് വെള്ളം കാണുമ്പോഴേ ചാടാൻ തോന്നുന്നതിനാൽ ഒന്നിറങ്ങാമെന്ന് വിചാരിച്ചു. അമ്മ പൊതിച്ചോറും കൊണ്ടാണ് വന്നത്. അങ്ങനെ അവിടെ നിന്ന് അതും കഴിച്ചു. തിരിച്ചു പോകുന്ന വഴിക്ക് ലുക്കൗട്ടിലും കയറാമെന്ന് തീരുമാനിച്ചു. എപ്പോഴും ലുക്കൗട്ടിൻ്റെ മോളിൽ മാത്രം നിന്നാൽ പോരല്ലോ, കുറച്ച് അടുത്ത് പോകാമെന്ന് വിചാരിച്ച് ബ്രിഡ്ജിൻ്റെ അവിടെ പോയി. അവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയുമില്ല ഗൈസ്. അതും കണ്ട് അവിടെ ഒരു കടയിൽ കയറി ചായയും കുടിച്ച് ഉപ്പിലിട്ട മാങ്ങയും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഇനിയും കാണാമെന്നേ. ബൈ ബൈ.